ദേശീയപാതയിൽ സർവീസ് റോഡും ഓവുചാലുമില്ലാത്തതിൽ പ്രതിഷേധിച്ച ജനകീയ ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ കാസർഗോഡ് ചെർക്കളയിൽ ദേശീയപാത ഉപരോധിച്ച് പ്രതിഷേധം നടക്കുന്നു. മണ്ണിടിച്ചിലിനെ തുടർന്ന് ബേബിഞ്ച കുണ്ടടുക്കം പ്രദേശങ്ങളിൽ ജനങ്ങൾ ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടിലാണെന്ന വാർത്ത. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി ചേർന്നുള്ള പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. പറയൂ പ്രദീപ്, ഗുഡ് മോർണിംഗ്. എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഇതാ ഇപ്പോൾ 10 മിനിറ്റായി ദേശീയപാതയിൽ ചെർക്കളയിൽ ജനകീയ ആക്ഷൻ കമ്മിറ്റിയുടെ ഉപരോധം സമരം ആരംഭിച്ചിട്ട് ഇപ്പോൾ വാഹനങ്ങൾ ഇത് മറികടന്ന് പോകാനുള്ള ഒരു ശ്രമം നാട്ടുകാർ ചെറുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് കാണുന്നത്. പോലീസുമായി ചില വാക്കുതർക്കങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രദേശത്തെ വേറെ പ്രശ്നം 4 വർഷമായി ദേശീയപാത നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. 4 വർഷമായി ഈ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നമുണ്ട്. കാരണം ചെർക്കളയിൽ നിന്നും ചട്ടഞ്ചാൽ വരെയുള്ള 7 കിലോമീറ്റർ പാതയിൽ സർവീസ് റോഡില്ല, ഓവുചാലില്ല. പിന്നെ ഓരോ മഴക്കാലത്തും മണ്ണിടിച്ചൽ പ്രശ്നമുണ്ടാകും. കുണ്ടടുക്കം എന്ന് പറയുന്ന പ്രദേശത്ത് 200-ലധികം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. ഈ മണ്ണിടിച്ചിലുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഈ മണ്ണ് കുത്തിയൊലിച്ച് ഈ കുണ്ടടുക്കം പ്രദേശങ്ങളിലേക്ക് പോകുന്ന അവരുടെ വീടുകളിലേക്ക് ഉൾപ്പെടെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ജീവിക്കാനാകുന്നില്ല എന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്. നിരന്തരം 4 വർഷമായി നിരന്തരം ജില്ലാ ഭരണകൂടത്തെ ഉൾപ്പെടെ നേരിൽ കണ്ട് പരാതി പറഞ്ഞിട്ടും ഒരു ഫലവും ഉണ്ടാകാത്ത ഘട്ടത്തിലാണ് ഇപ്പോൾ ദേശീയപാത ഉപരോധ സമരത്തിലേക്ക് ജനകീയ ആക്ഷൻ കമ്മിറ്റി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത് ആദ്യത്തെ മഴയിൽ തന്നെ ഈ ചെളിവെള്ളം കുത്തിയൊലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കുണ്ടടുക്കം പ്രദേശത്ത് ഈ ജനങ്ങൾ അതീവ ദുരിതാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ജനകീയ ആക്ഷൻ കമ്മിറ്റി ഇങ്ങനെ ഒരു പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നത്. ഇന്നൊരു സൂചനാ സമരം മാത്രമാണെന്നാണ് ഈ ആക്ഷൻ കമ്മിറ്റി പറയുന്നത്. വരും ദിവസങ്ങളിൽ ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ കൂടുതൽ വലിയ സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഇവർ അറിയിക്കുന്നുണ്ട്. കാരണം 7 കിലോമീറ്റർ പാതയിൽ ഒരു സർവീസ് റോഡ് പോലും ഇല്ലാത്തൊരു ദേശീയപാത എന്ന് പറയുമ്പോൾ അതെങ്ങനെയെന്നാണ് ഇവർ ചോദിക്കുന്നത്. കാരണം ദേശീയപാതയാകുമ്പോൾ സ്വാഭാവികമായും സർവീസ് റോഡ് വേണം, അനുബന്ധമായി ഓവുചാൽ വേണം. അത്തരം ഒരു സൗകര്യങ്ങളും ഇല്ലാതെയാണ് ഈ ദേശീയപാത ഇവിടെ മാത്രം കടന്നു പോകുന്നത്. കൂടാതെ വളവുതിരികളില്ലാത്ത രീതിയിലായിരിക്കും ദേശീയപാത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെയുള്ള വളവുകളൊക്കെ അതേപോലെ നിലനിർത്തിക്കൊണ്ട് കുന്നിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദേശീയപാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്. NH66 ചെങ്കള നീലേശ്വരം 2ാം ബ്രീച്ചിലാണ് ഈ പ്രദേശം ഉൾപ്പെടുന്നത്. നേരത്തെ തന്നെ ചെർക്കളയിൽ മേൽപ്പാത ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരന്തര സമരത്തിനൊടുവിലാണ് ഇവിടെ ഒരു മേൽപ്പാത വന്നത്. പക്ഷേ അതേസമയം അതിനോടൊപ്പം ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും പരിഗണിക്കാതെയാണ് ഇപ്പോൾ കരാർ കമ്പനിയും ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ ഇതിന്റെ DPR ഉൾപ്പെടെ തയ്യാറാകുന്ന ഘട്ടത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് എങ്ങനെയാണ്, ഇതിന്റെ അലൈൻമെന്റ് ഏത് രീതിയിലാണെന്നും ഒന്നും അറിയാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നീട് ഈ പാത ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.